കോട്ടയം ഓഫീസിൽ ഇല്ലാതായിട്ട് 2 മാസം പിന്നിടുകയാണ്. ഇതോടെ തീർപ്പാക്കേണ്ട 100 കണക്കിന് ഫയലുകളാണ് യുടെ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ഈ ഓഫീസിലേക്ക് എത്തുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കാത്തിരുന്നിട്ട് ഇന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച ഇപ്പോൾ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബസ്സുകൾ സംബന്ധിച്ചുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിനുള്ള അധികാരമുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിരവധി അപേക്ഷകളാണ് ഇത്തരത്തിൽ ഈ മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എത്രയും വേഗം സ്ഥിരമായ ഒരു ഇവിടെ നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞാൻ 37 വർഷമായിട്ട് ബസ് സർവീസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഈ കോട്ടയം ഓഫീസിൽ നാദിന കളറിയായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 മാസത്തിന് മുകളിലായി. 6 മാസമായിട്ട് കോട്ടയത്ത് ബോർഡ് മീറ്റിങ്ങുകളൊന്നും നടക്കത്തില്ല. ഒരു ടെമ്പററി പെർമിറ്റിന് ഫീസ് അടച്ച് ഒരു വണ്ടി മുടങ്ങിയെന്നാൽ അതിന് പകരം ഓടാൻ പോലും പറ്റുന്നില്ല. ഇത് ഫീസ് അടച്ച് ടെമ്പററി പെർമിറ്റിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കോളാം എന്നൊക്കെ ഓഫീസിലുള്ളവർ പറയും. വിവരാവകാശ രേഖ അനുസരിച്ച് കൊടുത്തപ്പോൾ അതിന് മറുപടിയും തന്നിട്ടുണ്ട്. അന്ന് പോലെ പെർമിറ്റ് തരുന്നത്. പക്ഷേ ഒരു ക്ലെയിം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഇൻഷുറൻസ് കമ്പനിക്കാർ കൈമലത്തും. അന്നേരം തന്നെ ഓഫീസിൽ ഇല്ലെന്നോ അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണെന്നോ TP കിട്ടാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. പെർമിറ്റ് ഇല്ലാതെ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ച് വണ്ടി നിരത്തിലിറക്കി ഓടിക്കാനായിട്ട് പറ്റത്തില്ല. പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് 2 മാസമായിട്ട് ഓഫീസിൻ്റെ തിരഞ്ഞെടുപ്പ് രാവിലെ 10 മണിക്ക് വരും, 1 മണി വരെ നോക്കും. പെർമിറ്റുകളൊന്നും കിട്ടത്തില്ല. ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓഫീസിലെ ജീവനക്കാരുമുണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർമാരുണ്ട്. അവരുമായിട്ട് പൊതുജനങ്ങൾ വന്നിട്ട് വഴക്ക് പിടിക്കുക. കാരണം അവർക്കിതേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് പെർമിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന വേണം. ബസ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ അധികാരമുള്ളൂ. ബസ്സിൻ്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് അധികാരമുള്ളൂ. അത് ജോയിൻ്റ് അതിനുള്ള അധികാരങ്ങളില്ല. അപ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. 6 മാസമായിട്ട് ബോർഡ് മീറ്റിംഗ് കൂടുന്നില്ല. അതിന് ഡിസിഷൻ വരണമെങ്കിൽ പിന്നെ 6 മാസം എടുക്കും. ഇങ്ങനെ ഒരു തരത്തിലും കുത്തഴിഞ്ഞ് നാദിന കടറിയായിട്ടാണ് കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി മുതൽ കോട്ടയം ഓഫീസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ വന്നപ്പോഴത്തേക്ക് ഒരു വ്യക്തി വന്ന് PRO ആയിട്ട് വഴക്ക് പിടിച്ചു. PRO സെക്ഷൻ ക്ലാർക്കിനെ വിളിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഇല്ലാതെ എങ്ങനെ ചെയ്ത് കൊടുക്കും? അപ്പം പൊതുജനങ്ങൾ വന്ന് ഓഫീസിൽ വന്ന് നിരന്തരം വഴക്ക് പിടിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് പെർമനൻ്റായിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ചെയ്ത് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. മന്ത്രിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തണം. ട്രാൻസ്പോർട്ട് കമ്മീഷണറെ വിളിച്ച് ചോദിക്കുമ്പോൾ ചാർജ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ചാർജ് കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് മറ്റൊരു ജില്ലയുടെ പൂർണ്ണ ചുമതലയുള്ള ആളാണ്. അവിടെ ആയിരക്കണക്കിന് ഫയലുകൾ അദ്ദേഹത്തിന് നോക്കാനുണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒന്നോ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോക്കാൻ പറ്റുന്ന ഫയലുകൾ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഇതെല്ലാം കൂടെ തീർക്കാൻ പറ്റത്തില്ല. കണ്ടമാനം ഫയലുകളാണ് കോട്ടയം ഓഫീസിൽ. ചാർജ് കൊടുത്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്ന പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന് അവിടെ ആയിരക്കണക്കിന് ഫയലുകൾ നോക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും കാരണവശാൽ വരാൻ പറ്റുമെങ്കിൽ തന്നെ ഇവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാതെ വന്ന് ചാർജ് കിട്ടിയ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് പെർമനൻ്റായിട്ടൊരു കോട്ടയത്ത് പോസ്റ്റ് ചെയ്ത് പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം. അതിനകത്ത് മന്ത്രിയും ഗവൺമെൻറ്റും അടിയന്തരമായിട്ട് ഇടപെട്ടേ പറ്റുള്ളൂ. ഞാൻ കോട്ടയം ഓഫീസിൽ ഇപ്പം ഒരു 4-5 പ്രാവശ്യമായി നടപ്പ് തുടങ്ങിയിട്ട് 40 ദിവസം 45 ദിവസമായി ഒരു അപേക്ഷ ഇട്ടിട്ട് അതിൻ്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ഓഫീസിലെ ജീവനക്കാർ പറയുന്നത് ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ വിളിച്ചായിരുന്നു. അവർക്കറിയാമല്ലോ ഇല്ലെന്നുള്ള അവർക്കറിയാമെന്നാണ് അവർ പറയുന്നത്. ചാർജ് കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന ഇല്ലെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത്ര നേരമായി ഇതുവരെ ഒന്നും മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നും ഇപ്പം ആളില്ല, സെക്ഷനിൽ ആളില്ല. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുക, പുള്ളി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒന്നുമില്ല. ഈ 2-3 മാസത്തോളമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ദിവസവും ഇല്ല. വരുന്ന ജോലി ബുദ്ധിമുട്ട് സാധാരണ ജനങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് കോട്ടയം ഓഫീസിൽ കാണിക്കുന്നത്. ജീവനക്കാരും എല്ലാം അതുപോലത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു നിലപാടാണ് കോട്ടയം ഓഫീസിൽ പൊതുവെ കണ്ടുവരുന്നത്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 മാസത്തിന് മേലായി കോട്ടയത്ത് ഇല്ലാതായിട്ട്. കോട്ടയത്ത് ഇല്ലെങ്കിൽ ബസ്സിൻ്റെ ഒരു കാര്യങ്ങളും പെർമിറ്റ് പുതുക്കാനോ മറ്റുള്ള ഒരു കാര്യങ്ങളും വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുകയില്ല. ഈ 2 മാസത്തിന് മേലായിട്ടും ഇതുവരെയായിട്ട് ഒരു നിയമിക്കാൻ സാധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ആരോട് പറയാം? ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. 2 മാസത്തിന് മേലായി. ഇടയ്ക്ക് ഒരു നിയമിച്ചു. അദ്ദേഹം വന്ന് ഒരു ദിവസം കഴിഞ്ഞ് അദ്ദേഹം 6 മാസത്തെ ലീവ് എടുത്ത് അദ്ദേഹം പോയി. പകരം ഇതുവരെ ആരും വന്നില്ല. ഇടയ്ക്ക് പത്തനംതിട്ട ഒരു ചാർജ് കൊടുത്തു. അദ്ദേഹം ആകപ്പാടെ വന്നത് 2-3 ദിവസം ഇവിടെ വന്നു. ഇങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥിതിയാണ് കോട്ടയത്ത്. എത്രയോ ബസ്സുകൾ
പെർമിറ്റ് ഇല്ലാതെ ഇപ്പം കിടക്കുകയാണ്. പെർമിറ്റ് ഓടാൻ സാധിക്കില്ലാത്ത ഒരു താൽക്കാലിക പെർമിറ്റ് പോലും കൊടുക്കാൻ ഇവിടെ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല. RTOയ്ക്ക് മാത്രമാണ് താൽക്കാലിക പെർമിറ്റ് ആണെങ്കിൽ പോലും കൊടുക്കാൻ അധികാരമുള്ളത് അല്ലേ? അത്രയേ ഉള്ളൂ. RTOയ്ക്ക് മാത്രമേ ഈ ബസ്സിൻ്റെ കാര്യത്തിൽ മുഴുവനും ഇടപെടുന്നത് RTO അല്ലാതെ വേറെ ആർക്കും പറ്റുകയില്ല. അല്ലെങ്കിൽ ജോയിൻ്റ് RTOയ്ക്ക് ചാർജ് കൊടുക്കണം. 100 കണക്കിന് അപേക്ഷകളാണ് പെൻഡിങ് ഉള്ളത്. ഇത് അന്വേഷിച്ചാലും അറിയാം. ഓഫീസിലെ സ്റ്റാഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്ത് ചെയ്യും? അവർ അപേക്ഷ കൊടുക്കുന്നു, അവരെഴുതി വെക്കും, എവിടെയോട്ടോ എഴുതി വെക്കുന്നു, അതങ്ങനെ പെൻഡിങ് കിടക്കുന്നു. തന്നെയുമല്ല, ഈ കൗണ്ടർ സിസ്റ്റമാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ളത്. കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1:15 RTO അടച്ചു. ഒരു PRI പോലും കണ്ടു ഒരു സംശയം തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. പത്തനംതിട്ട RTOയ്ക്ക് കോട്ടയം RTOയുടെ അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൽ അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി. എന്നാൽ അത് മാറിക്കൊണ്ട് സ്ഥിരമായ ഒരു RTOയെ കോട്ടയത്ത് നിയമിച്ചുകൊണ്ട് ഈ വിഷയം പരിഹരിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.